കാപ്പ കേസ് പ്രതിക്ക് ഉൾപ്പെടെ വിവരം ചോർത്തി നൽകിയെന്ന് ASIക്ക് സസ്പെൻഷൻ. തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ ASI ബിനുകുമാറിനെതിരാണ് നടപടി. വിവരം നൽകാൻ പണം വാങ്ങിയെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. സലിമാലിക്ക് വിവരങ്ങൾ ചേർന്നു. സലിം, ഈ ഗൂണ്ടാബന്ധമുള്ള പോലീസുകാരെ പറ്റിയുള്ള വാർത്തകൾ പുതുമയല്ല. ചില പോലീസുകാർക്കെതിരെ നടപടിയൊക്കെ നേരത്തെ വന്നിരുന്നു. ഈ കേസ് എന്താണ്? എന്തിനാണ് ഇയാൾ ഈ കാപ്പ കേസ് പ്രതിക്ക് വിവരങ്ങൾ ചോർത്തി കൊടുത്തത്? സലിം. ഹാഷ്മി, തിരുവല്ല ASI ആയിരുന്ന ബിനുകുമാർ ഈ കാപ്പ കേസ് പ്രതിക്ക് വിവരം ചോർത്തി നൽകിയെന്ന് മാത്രമല്ല, അങ്ങനെ ഒരു കേസിൽ മാത്രമല്ല, അങ്ങനെ പല സംഭവങ്ങളിലും പ്രതിഭാഗം അഭിഭാഷകർക്കായി ഈ നിലയിൽ തന്നെ റിമാൻഡ് റിപ്പോർട്ടും വിവരങ്ങളും ചോർത്തി നൽകുന്നു എന്നുള്ളതാണ് ഇയാൾക്കെതിരെയുള്ള ആരോപണം. അതിൽ തന്നെയാണ് ഇപ്പോൾ ഒരു കേസ് പൂർണ്ണമായും തെളിയിക്കപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഈ പ്രതിഭാഗം അഭിഭാഷകരിൽ നിന്നും റിമാൻഡ് റിപ്പോർട്ട് നേരത്തെ ചോർത്തി നൽകി. അതിനുശേഷം ഈ കോടതിയിൽ ജാമ്യം ലഭിക്കുന്നതിനുള്ള വാദം നടത്താനുള്ള സഹായം നടത്തുകയാണ് ഇയാൾ ചെയ്യുന്നത്. അതിന് സാമ്പത്തികമായി പാരിതോഷികം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ നടപടിയിൽ തന്നെ ഇപ്പോൾ ഇയാൾക്കെതിരെ ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടിയിൽ തന്നെ ഓരോ ദിവസവും വാങ്ങിയ തുക കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 6/8/2025 1500 രൂപയും, അതേ കേസിൽ 24/8/2025 2000 രൂപയും, 30/8/2025 25,000 രൂപയും, ഒപ്പം 28/10/2025 വീണ്ടും 2000 രൂപയും, അങ്ങനെ 30,000 രൂപയിലധികം ഒരു കേസിന് മാത്രം അഭിഭാഷകരിൽ നിന്ന് 4 തവണയായി ഇയാൾ കൈപ്പറ്റി എന്നുള്ളതാണ് കണ്ടെത്തൽ. അങ്ങനെ പല കേസുകളിലും ഈ ഗുണ്ടാബന്ധമുള്ളതും കാപ്പ കേസ് പ്രതികൾക്കും ഉൾപ്പെടെയുള്ള പല കേസുകളിലും റിമാൻഡ് റിപ്പോർട്ട് ചോർത്തി നൽകുക എന്നുള്ളതായിരുന്നു ഇയാൾ സ്വീകരിച്ചു പോന്നിരുന്നത് എന്നുള്ളതാണ് നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും AR ക്യാമ്പിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് കൂടി നൽകിയതിന്റെ പശ്ചാത്തലത്തിൽ സസ്പെൻഷനിലേക്ക് ബിനുകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. DIG അജിത ബീഗമാണ് ഇയാളെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയായ ബിനുകുമാറിനെതിരെ കൂടുതൽ വിശദമായ അന്വേഷണത്തിന് കൂടി ഉത്തരവിട്ടിട്ടുണ്ട്. ഹാഷ്മി, എന്തായാലും കാപ്പ കേസ് പ്രതിക്ക് വിവരം ചോർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന മൂഢധാരണ ASIക്ക് എന്തായാലും ഉണ്ടാവില്ല. അത് പിടിക്കപ്പെട്ടാലും തരക്കേടില്ല എന്ന മട്ടിൽ ആ റിസ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം വലിയ പാരിതോഷികം പ്രതിഫലം കിട്ടുന്നുണ്ട് എന്നാലോചിക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.